ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. പ്രതാപവർമ്മയോടൊപ്പം വന്ന പാർട്ടി പ്രവർത്തകരെല്ലാം രാജുവിനെ ഭയങ്കരമായിട്ട് പുകഴ്ത്തി സംസാരിക്കുവാണ്. രാജു വന്നതിന് ശേഷം ആകെ എല്ലാവർക്കും ഭയങ്കര ഉന്മേഷമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന കേൾക്കും അംബികയ്ക്കും ദീപക്കിനും ഭയങ്കര ദേഷ്യം ഉണ്ടാവുകയാണ്. പെട്ടെന്ന് അംബിക പറയുവാണ്, രാജു വരുന്നതിന് മുമ്പ് ദീപക്കാണല്ലോ പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തത് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ശേഖരൻ പറയുവാണ്, ചേച്ചി ഞാൻ ചേച്ചിയോട് പറയാൻ വിട്ടുപോയി. രാജു വന്നിട്ട് അതെല്ലാം മാറ്റി, അതുകൊണ്ട് ഒരുപാട് നന്മകളുണ്ടായി. പാർട്ടി ഫണ്ടിലേക്ക് തന്നെ 6 ലക്ഷം രൂപയുടെ ലാഭം അതിൽ നിന്നുണ്ടായി. സുകുമാരൻ സാറിന് ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ അംബികയ്ക്കും മോനും ഒരു അടി കിട്ടിയതുപോലെ ആയിപ്പോയി. എന്നിട്ട് കൂടെ വന്നവരൊക്കെ പോകാനൊരുങ്ങുമ്പോൾ പ്രതാപവർമ്മ പറയുന്നുണ്ട്, നിങ്ങളെല്ലാം ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി. ഇല്ല സാറേ, ഞങ്ങൾക്ക് പോകണമെന്നും പറഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ അതിലെ ഒരു പാർട്ടി പ്രവർത്തകന് പെട്ടെന്ന് പ്രതാപവർമ്മ കുറച്ച് രൂപ എടുത്തു കൊടുക്കുവാണ്. അയ്യോ സാറേ വേണ്ട, ഞാൻ ഇതൊന്നും കണ്ടിട്ടല്ല വന്നത്. സാറിൻ്റെ നല്ല മനസ്സും ഞങ്ങൾക്ക് വേണ്ടി സാർ ഒരുപാട് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ട്, അത് മാത്രം മതി എന്ന് പറയുമ്പോൾ പ്രതാപവർമ്മ പറയുന്നുണ്ട്, ഇല്ല നിൻ്റെ ഭാര്യയുടെ ചികിത്സയ്ക്കും എല്ലാം ആകട്ടെ, നിൻ്റെ കുട്ടികൾക്കും. നിൻ്റെ ഭാര്യ ആരാ? എൻ്റെ സഹോദരിയല്ലേ, അപ്പോൾ അവൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഞാൻ തരണ്ടേ എന്നൊക്കെ പറഞ്ഞ പൈസ അയാളുടെ കൈ പിടിച്ചേൽപ്പിക്കുകയാണ് പ്രതാപവർമ്മ. ഇതൊന്നും അംബികയ്ക്കും മോനും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അവരിൽ നിന്നും അങ്ങോട്ട് പല്ലിറുമുമാണ്. അവർ പോയതിന് ശേഷം വർമ്മ പറയുന്നുണ്ട്, രാജു നീ ഒരു നല്ല മനസ്സിനുടമയാണ്. സാധാരണ ആൾക്കാർക്ക് എന്തെങ്കിലും കിട്ടിയാൽ സ്വന്തം പോക്കറ്റിലോട്ട് വെക്കണമെന്നാണ് തോന്നുന്നത്. നിനക്കാണെങ്കിൽ കൂടെ പ്രവർത്തിക്കുന്നവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുകയും അവരെ സഹായിക്കണമെന്ന് തോന്നുകയും ചെയ്യുന്ന നിന്റെ ഈ ഒരു മനസ്സുണ്ടല്ലോ, അത് എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല എന്നൊക്കെ പറയുന്ന കേട്ടപ്പോൾ ദീപക്കിനങ്ങ് കലി വന്നിട്ട് പറയുക, അമ്മേ ഇവൻ ഇതൊക്കെ പൈസ കൊടുത്ത ആൾക്കാരെ കൊണ്ട് ചെയ്യിച്ചതാ, അതുകൊണ്ടാണ് അമ്മാവൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അംബിക പറയണ്ട, മിണ്ടാതിരിക്കടാ, അവൻ്റെ ചെവിയിലെങ്ങാനും കേൾക്കും. ദീപക്കിന് റൂമിൽ ചെന്നിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ല. ഇക്കണക്കിന് പോയി കഴിഞ്ഞാൽ രാജുവിനെയും ഹൃതിയെയും അമ്മാവനങ്ങ് സ്വീകരിക്കുമല്ലോ, അവനോട് ആധിപത്യം സ്ഥാപിക്കുമല്ലോ, അവനെ ഒരിക്കലും വളരാൻ അനുവദിച്ചുകൂടാ, അവനെ എന്തെങ്കിലും ഉടനെ തന്നെ ചെയ്തേ പറ്റൂ എന്നും പറഞ്ഞിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പം രാജുവും ഹൃതിയെയും കൂടെ രാത്രിയിൽ വണ്ടി വെച്ചിട്ട് ഇങ്ങനെ പമ്മി വരുന്നതാണ് കാണുന്നത്. ഇവരെന്താ ഇങ്ങനെ വരുന്നത്? ഇതിനകത്ത് എന്തോ ഉടായിപ്പുണ്ടല്ലോ, ഇതെന്തോ തരികട പരിപാടിയാണല്ലോ കാണിക്കുന്നത്, കണ്ടുപിടിച്ചേ മതിയാവുമെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ശേഖരം യാമിനി ഹൃതികയുടെയും രാജുവിൻ്റെയും അടുത്തോട്ട് ചെന്ന് പതുക്കെയാണ് സംസാരിക്കുന്നത്. ദീപക് പറയുക, ദൈവമേ എല്ലാവരോടെ ചേർന്ന് എന്തോ ഗൂഢാലോചനയാണല്ലോ, ഇത് എന്താണെന്ന് കേൾക്കണമല്ലോ എന്ന് പറഞ്ഞാൽ അവൻ കേൾക്കുമ്പോൾ പ്രതാപവർമ്മയെക്കുറിച്ചാണ് പറയുന്നത്. കത്തി കരുതിയിട്ടുണ്ടോ? ഞാൻ ആദ്യം ചെന്ന് വർമ്മ സാറിൻ്റെ കഥക് തട്ട, അപ്പം തന്നെ നിങ്ങൾ പൊട്ടിച്ചേക്കണം എന്നൊക്കെയാണ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ദീപക്ക്, ദൈവമേ അമ്മാവനെ അപകടപ്പെടുത്താനാണല്ലോ ഇവരൊരുങ്ങുന്നത്, ഇത് എത്രയും പെട്ടെന്ന് അമ്മയെ അറിയിക്കണം. അമ്മയാണെങ്കിൽ എന്തെങ്കിലും ഇതിന് ചെയ്ത് അമ്മാവൻ്റെ മുന്നിൽ അമ്മയാണ് അമ്മാവനെ രക്ഷിച്ചതെന്നുള്ള ഒരു ഇമേജും കൊണ്ടുവരും എന്നും പറഞ്ഞ് അവൻ ഓടിച്ചെന്ന് അംബികയെ വിളിച്ചുണർത്തുവാണ്. എന്നിട്ട് അംബികയോട് പറയുന്നു, അമ്മയെ ഹൃതികയും രാജുവും അമ്മാവനും അമ്മായി എല്ലാം ചേർന്നിട്ട് വല്യമ്മാവനെ കൊലപ്പെടുത്താനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. നീ പോടാ ചെറുക്ക, നീ ഉറക്കത്തി പിച്ചും പെയ്യും പറയാതെ. ഇല്ലമ്മേ, എൻ്റെ 2 കണ്ണുകൊണ്ട് കണ്ടതാണ്, എൻ്റെ ചെവി കൊണ്ട് കേട്ടതാണ്. അവരവിടെ പ്ലാൻ ചെയ്യുന്നത് ഞാൻ കണ്ട്. അവരുടെ കയ്യിൽ തോക്കിരിക്കുന്നത് നീ കണ്ടോ? ആ കണ്ടമ്മേ, അവരുടെ കൈ തോക്കും ഇരിക്കുന്നു. ദൈവമേ, അവരെന്തിനുള്ള പുറപ്പാടാണ്? അമ്മയൊന്ന് എളുപ്പം ചെന്ന് അമ്മാവനെ ഒന്ന് വിളിച്ചുണർത്ത് എന്നിങ്ങനെ പറയുന്നത് കേട്ട് അംബികയും മോനും കൂടെ പ്രതാപവർമ്മയുടെ റൂമിൻ്റെ വാതൊക്കെ ചെന്ന് കതവ് തട്ടുവാണ്. കതവ് തുറക്ക് മോനെ, കതവ് തുറക്ക് എന്നും പറഞ്ഞ് അംബിക ഇങ്ങനെ ആഞ്ഞ് കഥകിട്ടടിക്കുമ്പോൾ പ്രതാപവർമ്മ ഉറക്കത്തിൽ ചാടി എണീറ്റ് കതവ് തുറന്ന് വെളിയിലോട്ട് വരുക. എന്താ ചേച്ചി, എന്താ? മോനെ പ്രതാപ, അത് ഞാൻ നിന്നോട് എങ്ങനെ പറയും? നിനക്കിപ്പോൾ നടക്കാൻ പോകുന്ന സംഭവം, നിന്നെ അപായപ്പെടുത്താൻ വേണ്ടി ആൾക്കാരോരോന്ന് ചെയ്യുന്നത് ഞാൻ എങ്ങനെ നിന്നോടത് പറയും? എന്തിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്നൊരു ലൈറ്റ് കത്തലും ഹാപ്പി ബർത്ത്ഡേയുടെ പടക്കം പൊട്ടിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ആകെ ഒരു അമ്പരപ്പാണ് ഉണ്ടാകുന്നത്. പ്രതാപവർമ്മയും അങ്ങ് ഞെട്ടിപ്പോയി. ഹാപ്പി ബർത്ത്ഡേ അച്ഛാ, ഹാപ്പി ബർത്ത്ഡേ എന്ന് എല്ലാവരും മറ്റുള്ളവരും പറയുവാണ്. ഇത് കണ്ട അംബികയും മോനും അങ്ങ് ഞെട്ടിത്തരിച്ച് നാണിച്ച് കുനിഞ്ഞു നിൽക്കുക. അംബിക മകനെ നോക്കി അങ്ങോട്ട് കീറുമുന്നുണ്ട്. എടാ മഹാഭാവി, ഇതിനാണോടാ നീ എന്നെ വിളിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെ നാണം കെടുത്തിയതെന്ന് എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ ദീപക്കനെ നോക്കി പല്ല് കടിക്കുവാണ്. ആഹാ, പ്രതാപവർമ്മയ്ക്കും അങ്ങ് സന്തോഷമായി. ആരാ, ചേച്ചിയാണോ ഈ ഇടപാടൊക്കെ ചെയ്തത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശേഖർ പറയും, നല്ലല്ല ഹൃതിക മോളാണ്. അപ്പോൾ ചേച്ചിയും ചേർന്നാണ് ഈ പരിപാടിയൊക്കെ ഒപ്പിച്ചതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് അമ്പയും അതിൻ്റെ ക്രെഡിറ്റ് അങ്ങ് ഏറ്റെടുത്തിട്ട് ഹാപ്പി ബർത്ത്ഡേ അമ്മയും മോനിൽ നിന്നങ്ങ് പാടുവാണ്.
അത് കഴിഞ്ഞ് കേക്ക് കട്ടിംഗ് ഒക്കെ നടത്തുവാണ്. പ്രതാപവർമ്മ കേക്ക് കട്ട് ചെയ്ത് ആദ്യം അംബികയ്ക്ക് കൊടുക്കുന്നു, പിന്നെ ഋതികയ്ക്ക് കൊടുക്കുന്നു, അങ്ങനെ ഓരോരുത്തർക്കും കൊടുക്കുന്നു. ഋതിക കേക്ക് കട്ട് ചെയ്ത് പ്രതാപവർമ്മയെ ഊട്ടുന്നു. ഇത് കാണുമ്പോൾ അംബികയ്ക്കും ദീപക്കിനും ഭയങ്കര ദേഷ്യം വരുവാണ്. ഋതിക വളരെ സന്തോഷത്തോടാണ് അച്ഛന് കേക്ക് കൂട്ടുന്നത്. പ്രതാപവർമ്മയും അതേ സന്തോഷത്തോടെ തന്നെയാണ് മകൾക്കും കൊടുക്കുന്നത്. അങ്ങനെ പ്രതാപവർമ്മ എല്ലാവർക്കും നന്ദി സൂചനയെല്ലാം പറഞ്ഞ് ആ ആഘോഷം അവിടെ അങ്ങനെ അവസാനിക്കുകയാണ്. പത്മാവതി അമ്പലത്തിലെ പൂജാരിയെ കണ്ട് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ പിറന്നാളാണ്, 1000 പേർക്കുള്ള സദ്യ കൊടുക്കണം, അതിനു വേണ്ടിയിട്ടുള്ള ഇടപാടുകളൊക്കെ എനിക്ക് ചെയ്തു തരണം, ഞാനും കൂടെ ആ പാചകത്തിൽ ഉൾപ്പെട്ട് നേരിട്ട് തന്നെ എൻ്റെ നേതൃത്വത്തിൽ തന്നെ വേണം ആ പാചകം നടക്കേണ്ടത് എന്നൊക്കെ പൂജാരിയോട് പറയുന്നുണ്ട്. അതിനെന്താ, അമ്പലത്തിലോട്ട് വന്ന് അധികാരികളെ കണ്ട് സംസാരിക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രാവിലെ ഋതികയും രാജുവും പ്രതാപവർമ്മയും അംബികയും ദീപക്കും എല്ലാം ചേർന്ന് അമ്പലത്തിലോട്ട് വരികയാണ്. ആ സമയത്ത് ഒരാൾ വന്നിട്ട് പ്രതാപവർമ്മയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ പറയുന്നുണ്ട്. സാറിന് വേണ്ടി നടത്തുന്ന വഴിപാടുകളെല്ലാം ഉറക്കി നടത്തുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. പക്ഷെ പ്രതാപവർമ്മ ഇത് ആരാ ചേച്ചി എനിക്ക് വേണ്ടി വഴിപാടുകളൊക്കെ മുറയ്ക്ക് ഇവിടെ നടത്തുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്തു പറയണമെന്നറിയാതെ അംബിക ഇങ്ങനെ നിൽക്കുവാണ്. എന്നിട്ട് അംബിക പറയുന്നുണ്ട്, നിനക്ക് വേണ്ടി ആരെങ്കിലും നിന്നോട് സ്നേഹമുള്ളവരോ ചിലപ്പം നിനക്ക് ഇഷ്ടമില്ലാത്തവർ തന്നെ നിന്റെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും എന്നിങ്ങനെ ഋതികയെ നോക്കി ഒരു കുത്തിക്കൊണ്ടാണ് അംബിക പറയുന്നത്. അങ്ങനെ അവരെല്ലാവരും കൂടി ഇങ്ങനെ അമ്പലത്തിലോട്ട് പോയി നിന്ന് തൊഴുവാണ്. പ്രതാപവർമ്മ ഇങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കുന്ന ഋതികയാണെങ്കിൽ അച്ഛന് വേണ്ടി മനസ്സൊരുക്കി പ്രാർത്ഥിക്കുവാണ്. എൻ്റെ ദൈവമേ, എൻ്റെ അച്ഛന് എല്ലാ സകലവിധ നന്മകളും ഉണ്ടാകണേ, എൻ്റെ അച്ഛനെ സകല ആപത്തിൽ നിന്നും രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് ഋതിക ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുവാണ്. ഇത് അംബിക കാണുന്നുണ്ട്. അംബിക ഇരുന്നുകൊണ്ട് പറയും, എത്ര പ്രാർത്ഥിച്ചാലും ഇതിനി അംബികയുടെ കാലമാണ്, പ്രതാപൻ്റെ അഴിവ് കാലം തുടങ്ങി, പ്രതാപ നീ ഈ ലക്ഷണോടെ തന്നെ തീരുവട, എൻ്റെ ഉയർച്ചയാണടാ ഇനി നടക്കാൻ പോകുന്നു എന്നിങ്ങനെ മനസ്സിൽ വൈരാഗ്യവും ശത്രുതയും വെച്ച് അംബിക നിന്നിങ്ങോട്ട് പ്രാർത്ഥിക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഭഗവാൻ ആരുടെ പ്രാർത്ഥനയാണ് കേൾക്കുന്നത്? ദൈവം എപ്പോഴും നന്മയുള്ള ഭാഗത്തായിരിക്കുമല്ലോ നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഋതികയുടെ പ്രാർത്ഥനയായിരിക്കും ഭഗവാൻ കേൾക്കുന്നത്. പത്മാവതിയാണെങ്കിൽ തൻ്റെ ഭർത്താവിന് വേണ്ടി അന്നദാനവും വഴിപാടുകളും എല്ലാം അമ്പലത്തിൽ നടത്തുന്നുണ്ട്. ഇത് പ്രതാപവർമ്മയോ മറ്റുള്ളവരോ അറിയുന്നതും ഇല്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ അടുത്ത വീഡിയോയുമായി നാളെ കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.